രാവിലെ ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. നടന്നിട്ട് വന്നപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇഞ്ചി പറിക്കാമെന്ന് വിചാരിച്ചു. ഇതിലുണ്ടോയെന്നറിയില്ല, എന്നാലും വെറുതെ ഞങ്ങൾ പറിച്ചു വെക്കട്ടെ കേട്ടോ. ചിലപ്പോൾ കിട്ടും. അയ്യോ ഇത്തിരി ഉണ്ട് കേട്ടോ, ഇത്തിരിയേ ഉള്ളൂ ഇതിൽ കേട്ടോ. പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇഞ്ചി. കുറച്ചും കൂടെ കുറച്ച് വേറെ പറിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ പറിച്ചിട്ട് വർദ്ധിക്കണം. ഇത് എൻ്റെ വീടാണ്. ഞാനിപ്പോൾ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ വെറുതെ ഞങ്ങൾ നോക്കിയതാ ഇഞ്ചി പറിച്ച് നോക്കാമെന്ന്. അതുപോലെ ഇതോടെ പറിച്ചു. അയ്യോ അടിപ്പോയി. അതേ വലുത് കിട്ടിയല്ലോ, വലിയ ഇഞ്ചി കിട്ടി കണ്ട. ഇനി ഇത് കഴുകണം, കഴുകിയിട്ട് വരാം കേട്ടോ. ഇത് എൻ്റെ വീടാണ്. ഞാനിവിടെ അല്ല താമസിക്കുന്നത്. ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ എടുത്ത് ഇത് കഴുകിയെടുക്കാം കേട്ടോ നല്ലപോലെ. ഇനി ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് വരാം കേട്ടോ. ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഞാൻ വെറുതെ ഒരു ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെയാണ് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തു. നമുക്ക് ചീഞ്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഇല്ല. ഞാൻ എണ്ണ വളരെ കുറച്ചാട്ടോ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കൊളസ്ട്രോൾ. ഇതാണ് സാധനങ്ങൾ കേട്ടോ. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കണേ. വെറുതെ ഒരു രസം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കാം. അപ്പോൾ വെറുതെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ. എല്ലാവരും ഉണ്ടാക്കണ പോലത്തെ ഒരു ചിക്കൻ കറി ഉണ്ട്. ഇതാണ് സാധനങ്ങളെല്ലാം. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ചിക്കൻ മസാല, ഗരം മസാല, പെരിഞ്ചീരകം, പട്ട, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജാതിപത്രിയും ജാതിക്കയും ചിക്കൻ. ഇത്ര ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് വെളിച്ചെണ്ണയാണ്, പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് മതി കേട്ടോ, ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യാനില്ല. അപ്പം നമുക്ക് ആദ്യം ഈ പട്ടയും പെരിഞ്ചീരകവും ഇടാം. അതൊന്ന് പതുക്കെ മൂക്കുമ്പോൾ, ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഇനി ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഞാൻ ബാക്കി മസാല ഇടും കേട്ടോ. ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പാടെ. ഇഞ്ചി കുറച്ച് കൂടിയെന്നൊരു സംശയമുള്ളൂ. ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച ഇഞ്ചി കേട്ടോ, അത് ഫ്രഷ് ആയിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് ചതച്ച് വെച്ചതാട്ടോ. ശരിക്കും ഞാൻ അരിയാറ പതിവ്. ഇന്ന് ഞാൻ വെറുതെ ചതച്ചു. സവാളയും കൂടെ ഇടാം. പച്ചമുളകിടാം. എല്ലാം കൂടെ വഴണ്ട് വരുമ്പോൾ തക്കാളി ഇടാം. പിന്നെ മസാല ഇടാം. ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യണം. ഇതൊന്ന് വേഗമാവാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്നുണ്ട്. എനിക്ക് എത്ര സ്പൂണെന്നൊന്നും അറിയില്ല. ഞാൻ പാകത്തിന് ഇടാം. കറിവേപ്പില എല്ലാം ഇട്ടിടാം.
നമുക്ക് ഇതിൻ്റെ കൂടെ ഈ എന്താ ജാതിപത്രിയും ജാതിയുടെ കായിൻ്റെ കുറച്ച് പൊടി കൂടെ ഇടാം. ഇത് നമ്മുടെ പറമ്പിലെ തന്നെ ജാതിക്കാട്ടോ. നമ്മുടെ പറമ്പിൽ ജാതി എല്ലാം ഉണ്ട്. ഇത്തിരി കാന്താരി ഇടാട്ടോ. ഇത് ഞാൻ വെറുതെ എനിക്കിഷ്ടമായതുകൊണ്ട് ഇടാണ്. നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ പറിക്കാം. ഇവിടെ കുറേ സാധനങ്ങൾ വീടിൻ്റെ പറമ്പിൽ തന്നെ ഉണ്ട്. അതൊക്കെ ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കാന്താരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ എനിക്ക് കാന്താരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നല്ലോണം മുരിയണം, അല്ലെങ്കിൽ ചിലപ്പോൾ മതിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. നമ്മുടെ പറമ്പിലെ തന്നെ മഞ്ഞൾ ഉണക്കി അമ്മ ഉരലിലിട്ട് ഇടിച്ച് പിന്നെ കുറച്ച് മിക്സിയിലിട്ട് നമ്മൾ ആദ്യം ഉരലിലിട്ട് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് അരിപ്പയിലിട്ട് അരിച്ച് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ടാണ്. നല്ല രസമുണ്ട്, നല്ല കളറും ഉണ്ട്, നല്ല സ്മെല്ലാണ് അങ്ങനെ കുടിച്ചിരിക്കുന്നത്. ഇനി തക്കാളി ഇടാം അല്ലേ? 2-3 തക്കാളി ചെറുതായിരുന്നു അതെടുത്ത്. തക്കാളി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴാണ് മസാല ഇടുന്നത്. ചിലര് പൊടി ഇട്ടിട്ട് തക്കാളി ഇടുന്നില്ല. എനിക്ക് സ്ഥിരമായ ഒരിതൊന്നുമില്ല. ഞാൻ അപ്പം എങ്ങനെയാ തോന്നാ അതേപോലെ ചെയ്യും. കറി പക്ഷെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. നമുക്ക് പൊടി ഇടാല്ലേ, കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഞാൻ എടുത്തു വെച്ചതാണ്, പാകത്തിന് എടുത്ത് വെച്ചതാണ്. അളവൊന്നും പറയാനില്ല. നമ്മൾ ചെയ്യണ ചിക്കനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പാകത്തിന് എടുത്ത് വെച്ചതാണ്. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ മല്ലി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചാണ്. ഇതാണ് കൂടുതൽ നല്ല സ്മെല്ല് കിട്ടും. ടേസ്റ്റും കൂടുതൽ ഇങ്ങനെ ഇടുമ്പോഴാണ്. മല്ലി മേടിച്ച് വറുത്ത് പൊടിച്ചിടുന്നു. വറുത്തിട്ടില്ലല്ലോ, ഒന്ന് ചൂടാക്കിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ. അത് കുറച്ചധികം ചിക്കനുണ്ട്. ഞങ്ങളിന്നിവിടെ എല്ലാവരും ഉണ്ട്. കുട്ടികളുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ ഉണ്ട്. ഇത് കുരുമുളക് പൊടിയായിരുന്നു. പിന്നെ ഇത് ഗരം മസാല. മുളക് നമ്മൾ ആദ്യം ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം.
ഇതാണ് ചിക്കൻ. ചിക്കൻ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് പ്രാവശ്യം. ഇളക്കണം. ഇതുകൊണ്ട് പറ്റും. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളം കുറേ വരില്ലോ. അപ്പം അതിലിത് വേവും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് കപ്പ കൂട്ടിയിട്ട് കൊടുക്കാം. ആ സ്പൈസസിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിക്കൻ എന്ത് ടേസ്റ്റാണെന്നുള്ളത്. ഇതിലെല്ലാം ഇളക്കി ഈ ചിക്കനിൽ പിടിക്കണം. പിടിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിറച്ച് വെള്ളമാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം. നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. കുറച്ച് നേരത്തേക്ക് ചെറിയ തീ വെക്കണം. ഇത് അടച്ചു വെക്കാം. അടച്ചെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. തീയും അതിൻ്റെ ഫ്ലെയിം കുറച്ച് കുറയ്ക്കാം. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ കാണിക്കാട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇനിയിപ്പം നമ്മുടെ ചിക്കൻ വെന്ത് കാണും കേട്ടോ. നമുക്ക് നോക്കാമേ. ഒട്ടും വെള്ളം ചേർത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുക മാത്രം ചെയ്തുള്ളൂ. ഒട്ടും വെള്ളം ചേർത്തില്ല. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കരിവേപ്പില ഇട്ടിട്ട് ഓഫ് ചെയ്യാം. വെന്തിട്ടുണ്ട് നല്ലപോലെ. നമ്മളൊട്ടും വെള്ളം ചേർത്തില്ല. ആ ചിക്കനിൽ നിന്ന് വന്ന വെള്ളത്തിലാണ് ഇത് വെന്തത്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചുമ്മാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടത് കുറച്ച് ഒരു 2-3 പിഞ്ഞ് എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് കപ്പ പറിക്കാൻ പോവാം. കപ്പ നമ്മളുടെ ഈ പറമ്പിലല്ല ഉള്ളത്, വേറൊരു പറമ്പിലാണ്. കപ്പ പറിക്കാൻ പോകുന്നത് കാണിക്കാം കേട്ടോ. നമുക്ക് കപ്പ പറിക്കാൻ പോവാം. കിലോ ഇത് നമ്മുടെ വീടിന്റെ അങ്ങനെ ഞങ്ങളുടെ കപ്പ കിട്ടി. അമ്മയാണ് കപ്പ പറിക്കാൻ എക്സ്പേർട്ട്. ഞങ്ങൾ പറിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അമ്മ അത് പറിച്ചെടുത്തു. ഓ എന്ത് വലിയ കപ്പയാ. ഇത് മതിയാവൂലേ? ഒരെണ്ണം മതിയാവും. ഒരെണ്ണം മതി. ഇത് മതി. ഇതിൽ ഒരെണ്ണം പോലും കഴിക്കില്ല നമ്മൾ. അതാണ്ട് ചുമ്മിട്ട് വലിച്ചാൽ കപ്പ പറിക്കാൻ എക്സ്പേർട്ട് എപ്പോഴും അമ്മയായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കനും കപ്പയും റെഡിയായി. നമ്മൾ ആദ്യം കുട്ടികൾക്ക് കൊടുക്കട്ടെ. അവര് ടേസ്റ്റ് നോക്കട്ടെ. കപ്പ നിനക്ക് ഇഷ്ടമല്ല. കപ്പയുടെ കൂടെ നോക്കൂട്ടാ എങ്ങനെയുള്ളത്. എന്നിട്ട് മുന്നേറ്റം കഴിച്ചു നോക്കിയേ ചിക്കൻ എങ്ങനെയുണ്ടെന്ന്.
വയസ്സിപ്പോവാണോ? ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഇടാം. ബൈ.